പ്രവാസലോകത്തെ വാർത്തകൾ. ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യക്ക് നേട്ടം. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 8 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇന്ത്യ 77ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പാസ്പോർട്ട് സൂചികയിൽ വൻ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിയത്. പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂട്ടി വിസയില്ലാതെ പ്രവേശിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് പാസ്പോർട്ട് സൂചിക നിശ്ചയിക്കുന്നത്. ഇന്ത്യക്ക് 59 സ്ഥലങ്ങളിലേക്ക് വിസരഹിതമോ വിസ ഓൺ അറൈവൽ സൗകര്യമോ ഉണ്ട്. മലേഷ്യ, ഇന്തോനേഷ്യ, മാലിദ്വീപ്, തായ്ലാന്റ് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ പ്രവേശിക്കാം. ശ്രീലങ്ക, മക്കാവു, മ്യാൻമാർ എന്നിവിടങ്ങളിലേക്ക് വിസ ഓൺ അറൈവൽ സൗകര്യമുണ്ട്. 193 സ്ഥലങ്ങളിലേക്ക് വിസരഹിത പ്രവേശനം നൽകി സിംഗപ്പൂർ ഒന്നാമതെത്തി. ജപ്പാനും ദക്ഷിണ കൊറിയയുമാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 2ാം സ്ഥാനത്ത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് വിസ അനുവദിക്കുന്നത് പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുതിയ നീക്കം. 5 വർഷത്തിന് ശേഷമാണ് ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യ ടൂറിസ്റ്റ് വിസ നൽകാനൊരുങ്ങുന്നത്. ജൂലൈ 24 മുതൽ വിസ നൽകുമെന്നാണ് ചൈനയിലെ എംബസി നൽകുന്ന വിവരം. 2020 ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം വഷളായ ഇന്ത്യ-ചൈന ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് വിസ അനുവദിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയിരുന്നു. കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാനും ഇരുപക്ഷവും തീരുമാനിച്ചിരുന്നു. കോവിഡ്, ഗാൽവാൻ പ്രതിസന്ധി എന്നിവയെ തുടർന്ന് നേരിട്ടുള്ള വിമാന സർവീസുകളും കൈലാസ് മാനസരോവർ യാത്രയും നിർത്തിവച്ചിരുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ മാസം ചൈന സന്ദർശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും ചൈനയുടെ സമീപകാല വ്യാപാര നടപടികൾ ഇന്ത്യക്ക് ആശങ്ക നൽകുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലെ സ്വകാര്യ മേഖലയിലെ സ്വദേശി തൊഴിലാളികളുടെ എണ്ണം 1.5 ലക്ഷം കവിഞ്ഞു. നിയമനങ്ങളിൽ 8% വളർച്ച. UAE-യിലെ സ്വദേശീവൽക്കരണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നതിന്റെ സൂചനകൾ നൽകുന്ന പുതിയ കണക്ക് പുറത്തു വന്നു. സ്വകാര്യ മേഖലയിൽ 1,52,000-ലധികം എമിറാത്തികൾ ജോലി ലഭിച്ചതായി മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം പറയുന്നു. 2025 ജൂൺ 30 വരെയുള്ള കണക്കാണിത്. എമിറേറ്റൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി സ്വദേശികളെ ജോലികളിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ UAE ഏറെക്കാലമായി ശ്രമിച്ചു വരികയാണ്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ എമിറാത്തിവൽക്കരണത്തിൽ ഏകദേശം 12% വളർച്ചയുണ്ടായെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. 29,000-ലധികം കമ്പനികളിൽ എമിറാത്തികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ്, ധനകാര്യ ഇടപാടുകൾ, വ്യാപാരം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായും ജോലി ചെയ്യുന്നത്. ശാസ്ത്രീയ, സാങ്കേതിക, മാനേജറിയൽ മേഖലകളിലും ഭരണപരമായ ജോലികളിലും എമിറാത്തികളുണ്ട്. 2024 സ്വകാര്യ മേഖലയിൽ പുതിയതായി 33% കമ്പനികൾ കൂടി എത്തിയെന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തിന്റെ തെളിവാണെന്നും മന്ത്രാലയം പറയുന്നു. 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾ ഓരോ വർഷവും 2% വീതം എമിറാത്തി ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ചട്ടം. ഇത് പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ഈടാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ വിസ നിയമലംഘകരെ പിടികൂടാൻ കർശന പരിശോധന. 32,000-ലേറെ നിയമലംഘകരെ പിടികൂടി. രാജ്യത്തെ വിദേശികളുടെ താമസത്തിനും ജോലിക്കും വേണ്ടിയുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നത് ഉറപ്പാക്കുന്നതിനുള്ള ക്യാമ്പയിനിന്റെ ഭാഗമായാണ് കർശന പരിശോധന നടത്തുന്നത്. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ 32,000-ലേറെ നിയമലംഘകരെ പിടികൂടിയതായി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. നിയമലംഘകരുടെ എണ്ണം കുറയ്ക്കാനും രാജ്യത്ത് താമസക്കാർക്കും സന്ദർശകർക്കും മാന്യമായ ജീവിതം ഉറപ്പാക്കാനുമാണ് പരിശോധനകൾ നടത്തുന്നത്. നിയമലംഘകരെ പിടികൂടാൻ പ്രത്യേക ദൗത്യസേനകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തെ പ്രവേശന, താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ സംരക്ഷിക്കുകയോ ജോലിക്ക് വയ്ക്കുകയോ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.